നമ്മുടെ ഓരോ ബന്ധങ്ങളും ഓരോ സ്വപ്നങ്ങളും നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ സ്വയം വിശ്വാസം. നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മൾ അമിതമായി ചിന്തിക്കാൻ ആരംഭിക്കും. നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ സംശയിക്കാൻ ആരംഭിക്കും. തീരുമാനങ്ങൾ എടുക്കുന്നതിനായി മറ്റുള്ളവരെ ആശ്രയിക്കാൻ ആരംഭിക്കും. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഇൻറ്റ്യൂഷൻസ്, നമ്മുടെ ഉള്ളിൽ നിന്നും ഉയരുന്ന ആ ചെറിയ സ്വരം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ തന്നെ സ്വരം നമ്മെ ഒരിക്കലും ഉപേക്ഷിച്ച് പോകുന്നില്ല. അതെപ്പോഴും സത്യമേത് ശരിയേതെന്ന് മന്ത്രിച്ചുകൊണ്ടിരിക്കും, ബഹളങ്ങളുടെ ഇടയിലും. ഇന്നത്തെ പ്രാക്ടീസ് നമ്മുടെ ഇന്നർ ഗൈഡൻസുമായി പാവനമായ ഒരു ബന്ധം വളർത്തുവാൻ നമ്മെ സഹായിക്കും. വിശ്വാസം, ട്രസ്റ്റ് എന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, മറിച്ച് പല നിമിഷങ്ങളിലുമായി ഉള്ളിലെ സ്വരത്തെ കേൾക്കാൻ തീരുമാനിക്കുന്നതിലൂടെ ഉണ്ടാകുന്നതാണ്. ഇതിനായി ആദ്യം കഴിഞ്ഞ നാളുകളിൽ ശരിയായി എടുത്ത 3 തീരുമാനങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കാം. ആ സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് അനുഭവപ്പെട്ടതെന്ന് ഓർത്തെടുക്കാം. ഇത് പിന്നീട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സഹായകരമായിരിക്കും. ഇനി EFT ടാപ്പിംഗ് ചെയ്യാം. ടാപ്പിംഗ് ആദ്യമായി ചെയ്യുന്നവർ ഓഡിയോ കേൾക്കുമ്പോൾ അവ മനസ്സിൽ ആവർത്തിച്ചുകൊണ്ട് വീഡിയോയിൽ കാണിക്കുന്ന ഭാഗങ്ങളിൽ ടാപ്പ് ചെയ്യാവുന്നതാണ്. കരാട്ടെ ചോപ്പിൽ ആരംഭിക്കാം. 3 തവണ ആവർത്തിക്കാം. ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ തീരുമാനങ്ങളെ സംശയിക്കാറുണ്ടെങ്കിലും ഞാൻ എൻ്റെ ആന്തരിക ജ്ഞാനത്തെ ആഴത്തിൽ വിശ്വസിക്കുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ തീരുമാനങ്ങളെ സംശയിക്കാറുണ്ടെങ്കിലും ഞാൻ എൻ്റെ ആന്തരിക ജ്ഞാനത്തെ ആഴത്തിൽ വിശ്വസിക്കുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ തീരുമാനങ്ങളെ സംശയിക്കാറുണ്ടെങ്കിലും ഞാൻ എൻ്റെ ആന്തരിക ജ്ഞാനത്തെ ആഴത്തിൽ വിശ്വസിക്കുന്നു. ഇനി മറ്റു പോയിൻ്റുകളിലൂടെ ടാപ്പ് ചെയ്യാം. നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സ്വയം സംശയം. ഞാൻ എന്നെ തന്നെ എത്ര നാളായി ചോദ്യം ചെയ്യുന്നു. എനിക്ക് എൻ്റെ ഹൃദയത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞാലോ? തെറ്റുകൾ സംഭവിക്കുമോ എന്ന ഭയമായിരുന്നു എനിക്ക്. എന്നാൽ ഓരോ തെറ്റും വിലപ്പെട്ട കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ എന്നെ തന്നെ പ്രശംസിച്ചതിൽ, അംഗീകരിച്ചതിൽ കൂടുതൽ എനിക്ക് അറിയാമായിരുന്നു. എന്നെ തന്നെ വിശ്വസിക്കുന്നത് സുരക്ഷിതമാണ്. എൻ്റെ ആന്തരിക സ്വരത്തെ, ഇന്നർ ഗൈഡൻസിനെ കേൾക്കുവാനും ബഹുമാനിക്കുവാനും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഹൃദയത്തിൽ കൈകൾ വച്ച് പറയാം, എനിക്ക് ഏറ്റവും മികച്ചത് എന്താണെന്നുള്ള ഉത്തരം എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഇന്നത്തെ ഇൻറ്റൻഷൻ: ഞാൻ എന്നെയും എൻ്റെ ജീവിത യാത്രയെയും വിശ്വസിക്കും. ഈ ഒരു ചിന്ത ദിവസത്തിലുടനീളം കൊണ്ടു നടക്കാം. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ. വിചിന്തനം 1. എൻ്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലാണ് എനിക്ക് മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തു നിൽക്കാതെ എൻ്റെ ആന്തരിക ജ്ഞാനത്തിൽ ആശ്രയിക്കാൻ സാധിക്കുന്നത്? 2. പുറമേയുള്ള ബഹളങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും ഇടയിൽ എൻ്റെ ഉള്ളിൽ നിന്നുയരുന്ന ചെറിയ സ്വരത്തെ തിരിച്ചറിയാൻ എന്നെ സഹായിക്കുന്നതെന്താണ്? ഈ ചോദ്യങ്ങൾക്ക് ആത്മാർത്ഥമായി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അടുത്തൊരു വീഡിയോ കാണുന്നതിന് മുൻപ്. നന്ദി.